അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്യം, കള്ള് സ്വപ്നം കണ്ടാൽ, കള്ള് കുടിക്കുന്നതായിട്ടല്ല കേട്ടോ, വെറും കേവലം കള്ളിൻ്റെ കുപ്പി, കള്ളൊഴിച്ച കുപ്പി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു വ്യാഖ്യാനമുണ്ട്. അതുപോലെ തന്നെ കള്ള് കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ വ്യാഖ്യാനം വേറെയുമാണ്. രണ്ടിനും രണ്ട് രൂപത്തിൽ തന്നെ വ്യാഖ്യാനം മഹാന്മാർ പറയുന്നുണ്ട്. അപ്പൊ കള്ള് കേവലം കുടിക്കുന്നു ഒന്നും കാണില്ല, വെറും ഇപ്പോൾ കള്ള് ഷാപ്പ് കണ്ടു, അല്ലെങ്കിൽ കള്ള് കണ്ടു, ഇങ്ങനെ കള്ളാണ് സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ ഹുവ, മഹാനായ ഇമാം മുഹമ്മദ് അലിയുൽ ഖുതുബി എന്നിവർ അവിടുത്തെ ദലീലുൽ ഹൈറാൻ ഫി തഫ്സീറുൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഹംറ്, കള്ള് അത് സ്വപ്നം കാണുക എന്നുണ്ടെങ്കിൽ ഹുവ ഫിൽ മനാമി മാലുൻ ഹറാമുൻ ബിലാ മശഖത്തിൻ, പ്രയാസം ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഹറാമിൻ്റെ മുതൽ അങ്ങനെ ശേഖരിച്ചുണ്ടാക്കും. നമുക്ക് കിട്ടുന്നത് മുഴുവനും ഹറാമിൻ്റെ മുതലായിരിക്കും. അത് നമുക്ക് നിഷ്പ്രയാസം എടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ, ഹറാമിൻ്റെ മുതലായിരിക്കും നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാലോ, അതാ ഫമൻ റഅ അന്നഹു യശ്റബുൽ ഖംറ, കള്ളിനെ കുടിക്കുന്നതായിട്ടാണ് അവൻ സ്വപ്നം കാണുന്നതെങ്കിൽ ഫഇന്നഹു യുസീബു ഇസ്മൻ കബീറൻ, അവൻ വലിയൊരു തെറ്റ്, വലിയ തെറ്റ്, വൻപാപം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ വലിയൊരു തെറ്റ് അവൻ ചെയ്യും എന്നതിലേക്ക് അത് കൂട്ടുന്നുണ്ട് എന്നുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതിപ്പോൾ കുടിക്കുന്നവരാകണമെന്നൊന്നുമില്ല, സ്വാഭാവികമായിട്ടും കള്ള് കുടിക്കാത്ത ഒരാളും കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടൂടെ. ഏതായാലും നല്ല വ്യാഖ്യാനമല്ല. അള്ളാഹു തആല നല്ലത് കാണാനും നല്ലതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് എൻ്റെ വ്യാഖ്യാനം. ഓക്കെ.